ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ വരുണാണെങ്കിൽ എല്ലാ വീട്ടിലും ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുക. ഈ സമയം നല്ല കളക്ഷനാണല്ലോ വരുണിന് കിട്ടുന്നത്. മുരുകൻ സ്വാമി കൈവിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ വരുൺ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ വരുണേട്ടാ ഇനിയും നടന്നോ, ഒരുപാട് വീടുകൾ കയറാനുണ്ട്, എല്ലായിടത്തും കയറി ഇറങ്ങി ഭിക്ഷ യാചിച്ച് നമുക്ക് എല്ലാ പൈസയും ഭഗവാൻ ഇടാനുള്ളതാ എന്നൊക്കെ പറയാണ്. ഈ സമയം വരുൺ അങ്ങ് നടന്നു പോവുക ദേഷ്യപ്പെട്ട്. അപ്പോൾ ആണെങ്കിൽ രേഖ ഗീതു മതിയാക്കുക ഗീതു, ഇനി വേണ്ട. എന്താ രേഖേച്ചി ഇത്? വരുണേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചത് രേഖേച്ചിയാണ്. അങ്ങനെയുള്ളപ്പോൾ രേഖേച്ചി ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നത് ശരിയല്ല. എന്തൊക്കെയായാലും രേഖേച്ചി ഒന്ന് മനസ്സിലാക്ക്. അങ്ങനെ വരുണേട്ടനോട് എന്തെങ്കിലും സ്നേഹം തോന്നുവാണെങ്കിൽ വരുണേട്ടൻ രേഖേച്ചിയോട് ചെയ്തതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി 30 വീടേ ആയിട്ടുള്ളൂ, 70 വീട് നടന്നു കയറാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക. ഈ സമയം നമ്മുടെ അയ്യപ്പനാണെങ്കിൽ കുഞ്ഞ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്തായാലും ഇതോടുകൂടെ തീരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പനാർ നിൽക്കുക. എന്ത് പറയാനാ രേഖ മോളെ, വരുൺ കുഞ്ഞിന് രാധികാമ്മയുടെ അതേ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ശിക്ഷ കൊടുക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ശിക്ഷ കൊടുത്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. ഈ സമയം രേഖയുടെ മുഖം കണ്ടാകെ വിഷമിച്ചിരിക്കുക നമ്മുടെ അയ്യപ്പനാർ. മോളെ നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ വെയിൽ കൊള്ളുന്നേ? വണ്ടി കയറിയിരിക്കെ, അതിൽ ഇത്തിരി തണുപ്പെങ്കിലും കൊള്ളു എന്നൊക്കെ പറയുകയാണ്. ഈ സമയം വേണ്ട അയ്യപ്പേട്ട, എൻ്റെ വരുണേട്ടൻ എത്രയൊക്കെ ദുഷ്ടനാണെങ്കിലും ഈ കുഞ്ഞിന് വേണ്ടി വരുണേട്ടൻ എന്തെങ്കിലുമൊക്കെ ത്യാഗം സഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചൊക്കെ ഞാൻ സഹിക്കേണ്ടതല്ലേ അയ്യപ്പേട്ട. അതുകൊണ്ട് ഞാനിവിടെ നിന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല അയ്യപ്പേട്ട എന്നൊക്കെ പറയുകയാണ്. ഈ സമയം മോളുടെ നല്ല മനസ്സിനെ, ആ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെ മോക്ക് ദൈവം തന്നില്ല, അത് മാത്രമേ എൻ്റെ വിഷമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പനാർ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ വിജയലക്ഷ്മി മാറി ഫോൺ വിളിക്കുക. ഗീതു ഫോൺ എടുക്കുന്നില്ലല്ലോ, രേഖയെ ഒന്ന് വിളിച്ച് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേഖയും വിളിക്കുക. രേഖയും എടുക്കുന്നില്ല. രണ്ടുപേരും മൊബൈൽ കാറിൽ വെച്ചിട്ട് വെളിയിൽ ഇറങ്ങി നിൽക്കുക. പിന്നെ എങ്ങനെ ഫോൺ എടുക്കാനാ? ഈ സമയം വിജയലക്ഷ്മി ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ കാഞ്ചനയാണ് വിളിക്കുക. കാഞ്ചന ഷിവുവിനെ വിളിക്കുക. കാഞ്ചന, നിനക്ക് വേണ്ട ചാന്തും പൊട്ടും വളയും ഒക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്, വന്നിട്ട് തരാം. അയ്യോ ഷിബു ഏട്ടാ, അതല്ല, എനിക്കല്ല സംസാരിക്കേണ്ടത്, ഗീതു പാപ്പ കിട്ട ഫോണ് കൊടു. ഐശ്വര്യ മാമിക്ക് ഗീതു പാപ്പ കിട്ട എന്നമോ പേസണുമാ. ശരി കൊടുക്കാം മാഡം. വിജയലക്ഷ്മി മാഡത്തിന് എന്തോ സംസാരിക്കണമെന്ന് എന്നും പറഞ്ഞ് ഷിബു ഫോൺ കൊടുക്കുക. ഹലോ, എന്താ അമ്മേ? മോളെ, ഞാൻ നിന്നെ എത്ര നേരമായി വിളിക്കുന്നു. നീ ഫോൺ എവിടെ വെച്ചിരിക്കുന്നേ? അത് രേഖച്ചിയുടെ എൻ്റെ ഫോണ് കാറിലമ്മേ. എൻ്റെ ഗീതു, ആകെ മൊത്തം പെട്ടുപോയി നമ്മൾ. ഗോവിന്ദ് രഞ്ജുവിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. എപ്പോൾ? കുറച്ച് മുമ്പ്. ഞാനത് പറയാം മോളെ, കുറേ നേരമായി നിന്നെ വിളിക്കുന്നു, നീ ആണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. അല്ല, കണ്ണേട്ടൻ്റെ കാർ എൻ്റെ അടുത്ത് ഇരിക്കുമല്ലോ അമ്മേ, പിന്നെ എങ്ങനെയാണ് പോയത്? അത് പിന്നെ അവൻ ടാക്സി വിളിച്ചാൽ പോയത്. കണ്ണേട്ടന് എന്നോട് വല്ല ദേഷ്യമുണ്ടോ അമ്മേ? അതൊന്നും എനിക്കറിയില്ല മോളെ, നീ വന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് പരമാവധി ഞാൻ പിടിച്ചു നിർത്താൻ നോക്കി, പക്ഷെ അവൻ കേട്ടില്ല. രഞ്ജുവിനെയും കൊണ്ട് അങ്ങ് പോയി. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. മോളൊരു കാര്യം ചെയ്യ്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും മോളെ, ഇല്ലെങ്കിൽ കാര്യം വഷളാവും. ശരി അമ്മേ, ഞാൻ ഉടനെ പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കട്ട് ചെയ്യുക. ഷിബുവേട്ടാ, എന്നെ പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാമോ? ശരി ഗീതു മാഡം, ഞാൻ എത്തിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറിൽ കയറി അങ്ങ് പോവുക. ഈ സമയം പിന്നീട് എന്നാച്ചു മാമി, എന്നാ പ്രശ്നേ? രഞ്ജു പാപ്പാവെ ഗോവിന്ദ മാമ കൊണ്ടുപോகிறது உங்களுக்கு പിടിക്കില്ലയാ എന്നും കാഞ്ചന ചോദിക്കുന്നത് കേട്ട് വിജയലക്ഷ്മി ഒന്നും മിണ്ടാതെ തലക്ക് കയ്യും കൊടുത്തിരിക്കുക. സൊല്ലുങ്ക മാമി, രഞ്ജു പാപ്പാവയ്ക്ക് വീണ്ടും പ്ലാസ്റ്റിക് അമോണിയ വന്നോ? അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല മാമി ധൈര്യമായിട്ടിരിക്കേ. പ്ലാസ്റ്റിക് അനീമിയ രഞ്ജു പാപ്പാവക്ക് ഒന്നും വരമട്ടെ, മാമി സമാധാനമായിട്ടിരിക്കും കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഞ്ചന വിജയലക്ഷ്മി ആശ്വസിപ്പിക്കുക. ഈ മരവണ്ടിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. അന്ത രാധിക മാമി சொன்னது எவ்வளோ உண்மை. രഞ്ജു പാപ്പാവെ ഗോവിന്ദ് മാമ ഹോസ്പിറ്റലിൽ കൊണ്ടുപോகிறது இந்த മാമിക്ക് പിടിക്കலை. ഐശ്വര്യ മാമിക്ക് പിടിക്കാത്തതിനാല ഐശ്വര്യ മാമി ഗീതു പാപ്പാവെ കൂപ്പിട്ട് சொல்கிறாங்க. പുരിഞ്ചിച്ച് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അങ്ങ് പോവുക. ഈ സമയം വിജയലക്ഷ്മി ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഈശ്വര, എന്താ ഇപ്പോൾ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഗോവിന്ദ് അവിടെ നിൽക്കുക. അപ്പോഴേക്കും ഗീതു ഓടിയെത്തി. കണ്ണേട്ടാ, എന്താ ഹോസ്പിറ്റലിലേക്ക് എന്നെ വിട്ടിട്ട് പോന്നു കളഞ്ഞേ? നീ വരാൻ വൈകുമെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ രഞ്ജുവിനെയും കൂട്ടി പോകുന്നത്. അല്ല, കണ്ണേട്ടൻ്റെ കാറ് എൻ്റെ കയ്യിലായിരുന്നല്ലോ. സാരില്ല, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതല്ലേ. അപ്പം പിന്നെ എൻ്റെ നിൻ്റെയൊന്നും ഇല്ലല്ലോ. നീ എടുത്തോണ്ട് പോയതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ണേട്ടന് ഒട്ടും ദേഷ്യമില്ല. ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ?
നീ നീ എടുത്തതിൽ എനിക്കൊരു സങ്കടവും ഇല്ല ഗീതു. അതുകൊണ്ട് കണ്ണേട്ടാ, എന്നാലും ഒരു ചെറിയ ദേഷ്യമെങ്കിലും കണ്ണേട്ടൻ എന്നോട് തോന്നുന്നില്ല. എന്തിന്? എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല, സഹതാപവും ഇല്ല. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കട്ടോ. അല്ല, രഞ്ജുവിൻ്റെ DNA ടെസ്റ്റ് നടത്തിയോ? ഇല്ല, അത്രയുള്ള ബുദ്ധിമോശമൊന്നും ഞാൻ കാണിക്കില്ല. നീ വരാതെ ഞാൻ അങ്ങനെ തീരുമാനമൊന്നും എടുക്കില്ലല്ലോ. അവിടെ നിന്ന് നീ പോയപ്പോഴേക്കും എനിക്കറിയായിരുന്നോ നീ വരുമെന്ന്. അതുകൊണ്ടാണ് ഗീതു ഞാൻ ഇത്ര നേരം കാത്തു നിന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ പഞ്ഞിയും വെച്ചുകൊണ്ട് നമ്മുടെ രഞ്ജു വരിക. രഞ്ജുവിൻ്റെ ബ്ലഡ് എടുത്തോ എന്നും ഗീതു ചോദിക്കുക. അത് കേട്ടതും ഹീമോഗ്ലോബിൻ കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ സമയത്ത് അത് കുറഞ്ഞ പ്രശ്നമാണെന്നും അതുകൊണ്ട് ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞു. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തതാ ഗീതു. എന്തായാലും ഗോവിന്ദേട്ടാ, ഗീതുവിനുള്ള അപ്പോയിൻമെൻ്റ് എടുത്തായിരുന്നില്ലേ? പെട്ടെന്ന് തന്നെ ഗീതുവിനെ കാണിക്ക്. ഇല്ലെങ്കിലേ ഗീതുവിന് വല്ല ബ്ലഡ് ടെസ്റ്റും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാൻ സമയമാവും. സാരില്ല മോളെ, ഇന്നത്തെ ദിവസം ഞാൻ ഉച്ചവരെ ഫ്രീയാണ്. അതുകൊണ്ട് എത്ര വൈകിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ ഗീതു ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ട് മാറുക. ഗീതു, എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ വിളിച്ചപ്പോൾ നീ ഫോൺ എടുക്കാത്തതും വിജയലക്ഷ്മി അമ്മ വിളിച്ചപ്പോൾ നീ ഫോൺ എടുക്കാതിരുന്നതും ഒക്കെ എനിക്ക് ദേഷ്യമില്ലാത്ത കാര്യമാണ്. കാരണം ഞാനാണ് വിളിക്കുന്നതെന്ന് കരുതിയായിരിക്കാം ചിലപ്പോൾ നീ വിജയലക്ഷ്മി അമ്മയുടെ ഫോൺ എടുക്കാതിരുന്നത്. എന്നാലും എനിക്ക് കുഴപ്പമില്ല. അമ്മ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലും ഞാൻ വിളിച്ചപ്പോൾ നീ ഫോൺ എടുത്തില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവും. ടാക്സി വിളിച്ച് ഞാൻ ഇവിടെ വരെ രഞ്ജുവിനെ കൊണ്ട് വന്നു. നീ പിന്നാലെ പാഞ്ഞെത്തുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നേരം മിണ്ടാതിരുന്നത്. പിന്നെ നീ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് നിൻ്റെ ഫയലുകളും ഞാൻ ഗൈനക്കോളജിസ്റ്റിൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി കാണിച്ച മോളെ എന്നും പറയാ. എന്താ കണ്ണേട്ടാ, കണ്ണേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? മനസ്സിലെന്തോലും വെച്ചോണ്ടാണോ കണ്ണേട്ടൻ ഈ സംസാരിക്കുന്നേ? ഞാനെന്ത് വെച്ചോണ്ട് സംസാരിക്കാൻ? എനിക്കങ്ങനെ മനസ്സിലൊന്നും വെച്ചിട്ട് പുറത്ത് സ്നേഹം കാണിക്കുന്ന സ്വഭാവമൊന്നുമില്ല ഗീതു. മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് തുറന്ന് പറയും, പുറത്ത് സ്നേഹം കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും എന്നെ തെറ്റിദ്ധരിക്കണ്ട. എനിക്കുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് മോളെ എന്നൊക്കെ പറയുക. ഇതെല്ലാം കേട്ടതും ഗീതുവിന് ഭയങ്കര സങ്കടമായി. ഗീതു പൊട്ടിക്കരയുക. ഈശ്വര, ഇത്രയും നല്ലൊരു ഭർത്താവിനെയാണല്ലോ ഞാൻ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. രഞ്ജു അനാർക്കലിയുടെ മകളാണെന്ന് അറിഞ്ഞിട്ടും അതൊന്ന് തുറന്ന് പറയാനോ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാനോ എനിക്ക് പറ്റുന്നില്ലല്ലോ ഭഗവാനെ. ഞാൻ എന്താ ചെയ്യുക? എനിക്കറിയില്ല എന്താ ചെയ്യണമെന്ന്. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ടും കരഞ്ഞുകൊണ്ടും നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക. ഈ സമയം വിജയലക്ഷ്മി അമ്മയുടെ അടുത്ത് എത്തി ഗീതു ആകെ ടെൻഷൻ അടിച്ച് അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. മോളെ എന്താ സംഭവിച്ചെന്നൊന്ന് പറ. ഗോവിന്ദ് എന്താ പറഞ്ഞത്? ഗോവിന്ദ് നിന്നെ വിഷമിപ്പിച്ചോ? എന്നെ എൻ്റെ കണ്ണേട്ടൻ വിഷമിപ്പിക്കില്ലമ്മേ. എൻ്റെ കണ്ണേട്ടനൊരു പാവമാണ്, സത്യം പറയാലോ. ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും രഞ്ജുവിൻ്റെ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യാനാണെന്നും പറഞ്ഞ് ബ്ലഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് DNA ടെസ്റ്റിന് വേണ്ടിയുള്ള ബ്ലഡ് ടെസ്റ്റ് തന്നെയാണെന്നാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭാസ്കരൻ്റെ മകളല്ല രഞ്ജു എന്നുള്ള സത്യം അവരറിയും, കണ്ണേട്ടനറിയും, എല്ലാവരും അറിയും. എനിക്കത് വലിയ പേടിയായി തോന്നുന്നമ്മേ. അത് കേട്ടത് മോളെ നീ വിഷമിക്കണ്ട. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, രഞ്ജു അനാർക്കലിയുടെ മകളാണെന്ന് നീ തന്നെ ഗോവിന്ദനോട് പറ. ആ ഭാസ്കരൻ്റെ വായിൽ നിന്ന് സത്യങ്ങൾ കേൾക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവും. നീ തന്നെ അത് തുറന്ന് പറയുകയാണെങ്കിൽ ആ വലിയ പ്രശ്നം ഒഴിവാക്കാം മോളെ. നീ അത് തുറന്ന് പറ. എന്നിട്ട് ഭാസ്കരനെ നമുക്കിവിടെ നിന്നും ആട്ടിപ്പായിക്കാം മോളെ. അല്ലാതെ വേറൊരു വഴിയില്ല മോളെ. വേണ്ടമ്മേ, വേണ്ട. ഇത്രയും വലിയൊരു ഒരു വലിയ ഒരു കാര്യം ഞാൻ കണ്ണേട്ടനോട് പറയില്ല. എനിക്ക് പേടിയാമ്മേ. എൻ്റെ കണ്ണേട്ടൻ എങ്ങനെ ഇത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. രഞ്ജുവിനെ ഒരുപാട് സ്നേഹിച്ചു പോയി. അവൾ സ്വന്തമാണെന്ന് കരുതിയ ഒരുപാട് സ്നേഹിച്ചത്. ഇപ്പോൾ അവളെ മറക്കാനോ വെറുക്കാനോ കഴിയില്ലമ്മേ. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലമ്മേ എന്നും പറഞ്ഞ് ഗീതു കരയുക. ഈ സമയം ഗോവിന്ദ് അങ്ങോട്ട് വരിക. അപ്പോൾ ഇവരുടെ സംസാരം കേട്ട് ഗോവിന്ദ് അവിടെ മറിഞ്ഞു നിൽക്കുകയാണ്. അമ്മേ, എനിക്കൊരൊറ്റ വിഷമേ ഉള്ളൂ. എൻ്റെ കണ്ണേട്ടനോട് എല്ലാം തുറന്നു പറയുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ മനസ്സിൽ ഒരു രഹസ്യങ്ങളും ഇല്ലായിരുന്നു. കണ്ണേട്ടൻ്റെ മനസ്സിലും രണ്ടുപേരുടെ മനസ്സിലെ രഹസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുറന്നു പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ജീവിക്കുന്നൊരു നല്ല ജീവിത പങ്കാളികളായിരുന്നു ഞങ്ങൾ. പക്ഷേ അതിൻ്റെ പേരും പറഞ്ഞ് ഞാൻ ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. എൻ്റെ കണ്ണേട്ടനെ ഞാൻ ചതിച്ചുകൊണ്ടിരിക്കുമല്ലേ അമ്മേ. കണ്ണേട്ടനോട് പറയാൻ പറ്റാത്ത വലിയ രഹസ്യം എൻ്റെ മനസ്സിൽ കിടക്കുമല്ലേ അമ്മേ.
ഇത് കേട്ടതും ഗോവിന്ദ് ആകെ ഷോക്കായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഗോവിന്ദ് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക. ഇതിൻ്റെ പേരിൽ എനിക്ക് കുറ്റബോധമുണ്ട്. എൻ്റെ കണ്ണേട്ടനെ വേദനിപ്പിക്കുന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അമ്മേ. ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരവസ്ഥയായിപ്പോയി എനിക്ക് എന്നും പറഞ്ഞ് ഗീതു കരയുക. ഗീതുവിനെ കെട്ടിപ്പിടിച്ച് വിജയലക്ഷ്മിയും ഇതൊക്കെ കേട്ട് ഗോവിന്ദ് മുറിയിലേക്ക് പോയി. ഗോവിന്ദന് നല്ല ദേഷ്യമുണ്ട്, ഒപ്പം സങ്കടവും. ഗീതു എന്തിനു വേണ്ടിയാണ് തന്നോട് ഇതൊക്കെ മറച്ചു വയ്ക്കുന്നതെന്നുള്ള ടെൻഷൻ. അതേസമയം ഗോവിന്ദനെ ഡോക്ടർ ഫോൺ വിളിക്കുക. ഹലോ സാർ, ആ സത്യദാസിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. DNA-ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. രഞ്ജുവിൻ്റെയും കൂടെ റിപ്പോർട്ട് ഇങ്ങോട്ട് വന്നാൽ ഉടനെ തന്നെ DNA നടത്തും. അത് കേട്ടതും താങ്ക് യു ഡോക്ടർ. പിന്നെ അറിയാമല്ലോ, ഈ ഒരു കാര്യം മറ്റാരും അറിയരുത്. ഇത് വളരെ രഹസ്യമായിരിക്കണം. അറിയാം സാർ, MD എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ട് തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. സാറ് ധൈര്യമായിട്ടിരിക്കുക. എന്തായാലും ഈ DNA-യിലൂടെ സത്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും സാർ. സാറ് സമാധാനിക്ക് സാർ എന്നൊക്കെ പറയണം. അറിയാലോ ഡോക്ടറെ, ഏതൊരു സാഹചര്യം വന്നാലും ഏത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും ഒരിക്കലും ഇത് വെളിയിൽ ഒരാൾ അറിയരുത്. കേട്ടല്ലോ? ശരി സാർ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എത്രയും പെട്ടെന്ന് DNA ടെസ്റ്റ് എടുത്ത് എനിക്ക് റിപ്പോർട്ട് വേണം സാർ എന്നൊക്കെ ഡോക്ടറെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യണം. എന്നിട്ട് ആലോചിക്കുക, ഗീതു എന്നോട് എന്തായിരിക്കും മറച്ചു വയ്ക്കുന്നത്? എന്നോട് പറയാൻ അവൾ ആഗ്രഹിക്കുന്ന ആ സത്യം എന്തായിരിക്കും? ആ രഹസ്യം അവൾക്ക് എന്നോട് പറയണമെന്നുണ്ട്. പക്ഷേ കുറ്റബോധം കൊണ്ട് അവൾക്കത് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഗീതു എന്നിൽ നിന്നും അത് മറയ്ക്കുന്നത്? ആ വലിയ രഹസ്യം, അനാർക്കലിയുടെ മകൾ ആരാണെന്നുള്ള സത്യം ഗീതുവിനറിയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് പുറത്തേക്കല്ലോ. അപ്പോൾ ഗീതു അവിടെ വെളിയിലോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഗീതു, നീ ഇവിടെ നിൽക്കുവാണോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് തന്നെ ഗീതു ഗോവിന്ദനെ നോക്കിയിട്ട് തിരിഞ്ഞ് കണ്ണുനീര് തുടയ്ക്കുക. അതിനുശേഷം എന്താ കണ്ണേട്ടന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്കൊരാവശ്യമില്ല. നിനക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ വെറുതെ ഓരോന്നിങ്ങനെ സംസാരിക്കാനായിട്ട് വന്നതാ. എന്താ ഗീതു, എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഏയ് ഇല്ല കണ്ണേട്ടാ. എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ട് നീ സങ്കടത്തോടെ നടക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ, ഞാനത് കേട്ടോളാം. ഏയ് ഇല്ല കണ്ണേട്ടാ, എനിക്ക് കണ്ണേട്ടനോടൊന്നും പറയാനില്ലല്ലോ. പിന്നെ എന്താ കണ്ണേട്ടൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല ഗീതു, എനിക്കങ്ങനെ തോന്നി. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോന്നോ, പിന്നെ നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടോന്നോ, അങ്ങനെയുള്ള സങ്കടം നിനക്ക് തുറന്ന് പറയാൻ പറ്റാതെ നീ വിഷമിച്ചിരിക്കുകയാണെന്നോ എന്നൊക്കെയുള്ളൊരു തോന്നൽ. പിന്നെ എനിക്ക് മനസ്സിൽ ഒരിതുണ്ടായിരുന്നു, ഒരിക്കലും എന്നോട് നീ ഒന്നും മറക്കില്ല എന്ന്. പക്ഷേ നീയും എന്നോട് ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കാൻ തുടങ്ങി അല്ലേ ഗീതു? നിൻ്റെ മനസ്സിലും പറയാൻ പറ്റാത്ത പല രഹസ്യങ്ങളും ഉണ്ടല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒളിപ്പിക്കില്ല എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി അല്ലേ ഗീതു? എനിക്ക് നിനക്ക് എന്നോടും പറയാൻ പറ്റാത്ത അവസ്ഥയായല്ലേ? പക്ഷേ ഞാനൊന്നും ഇതുവരെ നിന്നോട് മറച്ചിട്ടില്ല കേട്ടോ. എന്നാൽ നിൻ്റെ മനസ്സിൽ പല രഹസ്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും നീ പേടിക്കണ്ട. കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ എത്തിക്കോളാം. പല പ്രശ്നങ്ങളും മുന്നിൽ വന്നാലും അതൊക്കെ നേരിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ കടുത്ത തീരുമാനത്തിൽ തന്നെയാണ്. പല കാര്യങ്ങളും തീരുമാനിച്ച് മാധവൻ്റെ കാര്യത്തിലും എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ രഞ്ജുവിൻ്റെയും സത്യദാസിൻ്റെയും, എൻ്റെ അമ്മയുടെ ഭർത്താവല്ല അയാളെന്നും രഞ്ജുവിൻ്റെ അച്ഛനല്ല അയാളെന്നും എനിക്ക് കണ്ടുപിടിക്കണം ഗീതു. ആ സത്യം എനിക്ക് പുറത്ത് കൊണ്ടുവരണം. സത്യദാസിനെ പോലുള്ള ഒരാൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അയാളെപ്പോലൊരു വൃത്തികെട്ട മനുഷ്യൻ നമ്മുടെ വീട്ടിലും. അതുകൊണ്ട് എനിക്ക് ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തേ പറ്റൂ. DNA ടെസ്റ്റ് നടക്കട്ടെ. അത് നടക്കുന്നിടത്ത് വരെ എനിക്ക് പല കാര്യങ്ങളും തീരുമാനിക്കാനുണ്ട് ഗീതു. കണ്ണേട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ കണ്ണേട്ടാ? എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നേ? എപ്പോഴും നിന്നെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഗീതു. നിന്നോട് എനിക്ക് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പലതും പറയാൻ പറ്റാതെ ആയെന്ന് വരാം എന്ന് കരുതി നിന്നെ വെറുക്കാനോ നിന്നോട് ക്ഷമിക്കാതിരിക്കാനോ ഒന്നും എനിക്ക് കഴിയില്ല. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നീയെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ എന്നും പറയുക ഗോവിന്ദ്. അത് കേട്ടതും ഗീതുവിന് നല്ല സങ്കടമായി. ഈശ്വര, ഇത്രയൊക്കെ എന്നെ വിശ്വസിക്കുന്ന ഈ മനുഷ്യനെ ഞാൻ പറ്റിക്കുകയാണല്ലോ. അമ്മയുടെ മനസ്സിലെ രഹസ്യങ്ങൾ തുറന്നു പറയാനാകാതെ ഞാൻ ഇദ്ദേഹത്തെ കബളിപ്പിക്കുകയാണല്ലോ. ഭഗവാനെ, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് എൻ്റെ കണ്ണേട്ടിന് ഈ ഓട്ടം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു കരയുക. ഗീതുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊടിഞ്ഞതും ഗോവിന്ദ് കരയല്ലേ ഗീതു എന്നും ഗീതുവിനോട് കടുത്ത ശബ്ദത്തിൽ പറയുക. അത് കേട്ടതും ഗീതു ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കി
നിനക്കറിയാലോ, നീ കരഞ്ഞ, നീ എത്ര വലിയ ദുഷ്ടയാണെങ്കിലും എനിക്കത് സഹിക്കില്ല ഗീതു. നീ കരഞ്ഞ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊടിയും. അതുകൊണ്ട് നീ കരയരുത്, കരയരുത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് തടയുകയാണ്. അപ്പോൾ ഗീതു സങ്കടത്തോടെ ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, സത്യദാസും അനാർക്കലിയും സത്യദാസും രഞ്ജുവും അച്ഛനും മകളുമല്ല എന്നുള്ള സത്യം ഗോവിന്ദ് തിരിച്ചറിയുമ്പോൾ രഞ്ജു അനാർക്കലിയുടെ മകളാണെന്നുള്ള രഹസ്യം ചുരുളഴിയുമോ എന്ന് തീർച്ചയായും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.